സ്പോട്ട് ലൈവ് തുടരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംഭവം അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ച ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ട് മുൻപാണ് ജയിൽ വകുപ്പ് പരോളിന് അനുമതി നൽകിയത്. കേസിലെ ഒന്നാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ അനുവദിച്ചിരിക്കുന്നത്. പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ആവശ്യപ്പെട്ടിരുന്നു. നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുപോലുള്ള അനധികൃതമായി പരോൾ നൽകുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കും. അതുപോലെ ഇനി അത് ഇത്തരം അനീതി പ്രവർത്തിക്കാൻ പാടില്ല. അപ്പം മുൻ സർക്കാരുകൾ ചെയ്തു കൂട്ടിയതിനെതിരെ നമ്മൾ ശക്തമായൊരു നിലപാട് ഉറച്ചാണ് പോകുന്നത്. കൂടാതെ നമ്മളൊരു പുനരന്വേഷണം, ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയ ഒരു 3-4 പേര് ഇപ്പോഴും ഇവിടെ പരസ്യം നടക്കുന്നുണ്ട്. അവർക്കെതിരെ ഒരു പുനരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ജയിലിൽ ഇവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ പരോൾ പോലുള്ള കാര്യങ്ങൾ കിട്ടും പോലെ തന്നെ ജയിലിൽ അവർക്ക് സുഖവാസമാണ്. എല്ലാ ഫോണുകളും കാര്യങ്ങളും മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ CPM സർക്കാർ. പിണറായി വിജയൻ ചെയ്ത ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് പരമസുഖമാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തടക്കം നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അതുപോലെ ഇവർക്ക് ഒരു പ്രയാസം വരാതെ കണ്ടുള്ള രീതിക്ക് അവരെ സംരക്ഷിച്ചു പോകുന്ന സർക്കാരായിരുന്നു മുൻ സർക്കാരുകൾ. അപ്പോൾ അവർക്കുള്ള ഈ സൗകര്യങ്ങളൊക്കെ ജയിലിൽ നിന്നും ക്രിമിനലുകൾക്ക് ഇവർക്കെല്ലാം കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ജയിലിൽ അതിൻ്റേതായ രീതിക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നല്ല ഉപദേശക സമിതി ആൾക്കാരെ അവിടെ നിയമിക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ ഇവർക്ക് ഈ ക്രിമിനലുകൾക്ക് ശമ്പളം കൂട്ടിയത് ഒഴിവാക്കാൻ, അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്ന്, ഇവർ അതിസുരക്ഷാ ജയിലിലേക്ക്, തൃശ്ശൂർ അതിസുരക്ഷാ ജയിലിലേക്ക് ജയിൽ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകം പുതിയ സർക്കാർ വന്നതുകൊണ്ട് VD സതീശൻ സർക്കാർ പുതിയ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് നമ്മൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും. അതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവരുടെയും കണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തും. അതേസമയം ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദും KV ബൈജുവും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, നമുക്കറിയാം ഈ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകം, അത് പെരിയ ഇരട്ട കൊലപാതകം, അതല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ്, ഷുഹൈബ് വധക്കേസ്, ഈ കേസുകളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന്. അതായത് TP കേസിലെ പ്രതികൾക്കും പെരിയ കേസിലെ പ്രതികൾക്കൊക്കെ ഇടത് സർക്കാരിൻ്റെ കാലത്ത് അനാവശ്യമായി പോലും പരോൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. പല രീതിയിലുള്ള എതിർപ്പ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും പല നിയമം ലംഘിച്ചുകൊണ്ട്, എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടായിരുന്നു ഇവർക്ക് പരോൾ അനുവദിച്ചത്. മാത്രമല്ല ഈ ഷുഹൈബ് വധക്കേസിലും വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ എന്തായാലും ആഭ്യന്തര വകുപ്പ് കർശനമായ ഇടപെടൽ നടത്തുകയാണ്. ഈ പരോൾ TP പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ശക്തമായ നടപടിയിലേക്ക് നീങ്ങുകയാണോ ആഭ്യന്തര വകുപ്പ്? ഇടത് സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്താണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ പരോൾ അനുവദിച്ചുകൊണ്ടുള്ള നടപടി ഉണ്ടായത്. കൃത്യമായി ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന ആരോപണമാണ് ശരത് ലാലിൻ്റെ കുടുംബം ഉന്നയിച്ചത്. ഏതായിരുന്നാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിൽ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു. ഇതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് സിൻഹയോടാണ് രമേശ് ചെന്നിത്തല റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് പരോൾ അനുവദിച്ചത്, അക്കാര്യങ്ങൾ വിശദീകരിക്കണം, തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യമാണ് ഇപ്പോൾ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരിക്കുന്നത്. 5 പ്രതികൾക്കാണ് ഈ കൂട്ടത്തോടെ പരോൾ നൽകിയിരിക്കുന്നത്. ഒന്നാം പ്രതി ഉൾപ്പെടെ 5 പേരെ ഈ കേസിൽ ഇപ്പോൾ പരോളിൽ വിട്ടിരിക്കുകയാണ്. അങ്ങനെ 5 പേർക്ക് ഒരുമിച്ച് പരോൾ കൊടുക്കേണ്ട എന്ത് സാഹചര്യം എന്നത് സംശയത്തിന് ഇട നൽകുന്നുണ്ട്. കാരണം എന്തെങ്കിലും അത്യാവശ്യം കുടുംബവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ പരോൾ അനുവദിക്കുന്നത്. പക്ഷേ 5 പേർക്ക് ഒരേ സമയം തന്നെ പരോൾ അനുവദിക്കുക എന്നത് അങ്ങനെ ഒരു യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിനുള്ളിൽ ഒരു ആലോചനയുണ്ട്. അത് സർക്കാർ പോകുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ വലിയ വിമർശനം ഉണ്ടായതും. കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകത്തിന് പിന്നാലെ കേരളത്തിൽ വലിയ ഈ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നതാണ്. കേരളത്തിൽ ഞെട്ടിച്ച 2 കൊലപാതകങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരോളും സർക്കാർ മാറി വരുമ്പോൾ പോലീസ് നയത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഒരു കാഴ്ച എന്ന നിലയ്ക്ക് തന്നെ പുതിയ ആഭ്യന്തരമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്കറിയാം, ആലപ്പുഴയിൽ ഈ നവകേരള യാത്രയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ്സുകാരെ
മർദ്ദിച്ച സംഭവത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഷൗക്കത്ത് അലിയാണ് ആ ടീമിനെ നയിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ TP വധക്കേസിൽ മുടക്കുഴി മലയിൽ കയറി കൊടിസുനി ഉൾപ്പെടെയുള്ള ആ കേസിലെ പ്രതികളെ പിടികൂടിയ ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. എന്നാൽ പിന്നീട് ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഷൗക്കത്ത് അലി ഉൾപ്പെടെയുള്ള അന്ന് ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഒതുക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് SP ആണ് ഷൗക്കത്ത് അലിയെയാണ് ഇപ്പോൾ ആ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അസോസിയേഷനിലെ നേതാക്കളെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെ സംസ്ഥാന പോലീസ് സേനയിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി വന്ന ശേഷം ഇപ്പോൾ ഇതാ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. ശനിയാഴ്ചയാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിലും ഇനിയുള്ള പോലീസ് നടപടികൾ എങ്ങനെയാകണം, പോലീസിൻ്റെ രീതിയും നയവും എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകും. ഏതായിരുന്നാലും കഴിഞ്ഞ സർക്കാർ എടുത്ത പല തീരുമാനങ്ങളും റദ്ദാക്കിക്കൊണ്ടായിരിക്കും പുതിയ സാഹചര്യത്തിൽ പോലീസ് പ്രവർത്തിക്കുക കേട്ടോ. ഏതായാലും വിനോദിലേക്ക് വരാം. അതിനു മുൻപ് KV ബൈജുവിലേക്ക് കൂടി. ബൈജു, ഇത് News 18 വാർത്തയെ തുടർന്നാണ് ഈ രീതിയിലുള്ള ഇടപെടലുകൾ വരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്. പ്രത്യേകിച്ചും ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ അവിടെ കൊല്ലപ്പെട്ട ശരത് ലാലിൻ്റെ പിതാവ് News 18 പറഞ്ഞ കാര്യം ഇതായിരുന്നു. അതായത് ഈ പ്രതികളെ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന്. അതോടൊപ്പം ഒരു പുനരന്വേഷണം, ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണമെന്നൊരാവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും ടോമെ, ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഇതിലൊരു പുനരന്വേഷണം വേണമെന്നാണ് പിതാവ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. അതോടൊപ്പം ഇവർക്ക് വാരിക്കോരി ഇത്തരത്തിൽ പരോൾ നൽകുന്നത് അത് സംബന്ധിച്ച സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി News 18 ഇവർ പങ്കുവച്ചിരുന്നു. ഏതായാലും അക്കാര്യത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഏതായാലും ഉന്നതതല യോഗത്തിലും ഇത് ചർച്ച ചെയ്യാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോമെ, ഇതിൽ ഏറ്റവും പ്രധാനം, ഇതിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് 1 മുതൽ 10 പ്രതികളെയാണ്. ഈ 10 പ്രതികൾക്കും ഒരുമിച്ച് ഇപ്പോൾ പരോൾ നൽകിയിരിക്കുന്നു. അതിൽ 5 പ്രതികൾ ഇപ്പോൾ നിലവിൽ കാസർഗോഡ് എത്തിയിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ തവണയൊക്കെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന കർശന നിബന്ധനയോടുകൂടിയാണ് പരോളെങ്കിൽ ഇത്തവണ ആ ഒരു നിബന്ധന ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ കല്ലോട്ടും പരിസര പ്രദേശങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് എത്തി എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ തോതിൽ സംഘർഷ സാധ്യത കൂടി ഉണ്ട്. അത് തന്നെയാണ് ഇന്നലെ ഈ കുടുംബവും ആരോപിച്ചത്. ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട്. കൂട്ടത്തോടെ എന്ന് വെച്ചാൽ 10 പേർക്കും കേസിലെ മുഴുവൻ പ്രതികൾക്കും ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 5 പ്രതികളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അത് പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, പീതാംബരൻ എന്ന് പറയുന്ന ഈ കേസിലെ 1-ാം പ്രതിക്ക് ഇത് 3-ാം തവണയാണ് ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നത്. അതായത് ഈ കേസിൽ ഇവർ ശിക്ഷിക്കപ്പെട്ട് 1 മാസത്തിനിടെ തന്നെ ഇവർക്ക് പരോൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 തവണയാണ് ഇയാൾക്ക് ഇത്തരത്തിൽ പരോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഈ കുടുംബവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നത് ഈ ജയിൽ ഉപദേശക സമിതി പ്രധാനമായും ഇവരുടെ ശുപാർശ പ്രകാരമാണ് ഇത്തരത്തിൽ പരോൾ നൽകുന്നത്. ബേക്കൽ പോലീസ് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവർ ഈ കല്ലോട്ടോ അല്ലെങ്കിൽ കല്ലോട്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ, പെരിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തിയാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിനിടയാക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരോൾ അനുവദിക്കരുതെന്നായിരുന്നു ബേക്കൽ പോലീസിന്റെ റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ടും മറികടന്ന് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് കോടതിയിൽ നിന്നും ഇത്തരത്തിൽ അനുകൂലമായ ഈ ഒരു പരോൾ ലഭിക്കുന്ന തരത്തിലുള്ള വിധി സമ്പാദിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഈ കുടുംബം പങ്കുവച്ചത്. ഏതായാലും ഇവർക്ക് ജയിലിൽ മറ്റൊരു ആരോപണം ഈ കുടുംബം പറയുന്നത് ജയിലിൽ ഇവർക്ക് വലിയ സുഖവാസം ഉണ്ട് എന്നതാണ്. അതായത് മൊബൈൽ ഫോൺ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് ജയിലിൽ ഏകദേശം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം അത് LDF ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ തന്നെ കുടുംബം ആവശ്യപ്പെട്ടാണ്. പക്ഷെ അത് ചെവികൊള്ളാൻ LDF സർക്കാർ തയ്യാറായില്ല. പക്ഷെ ഇപ്പോൾ അവർ അത് കൃത്യമായി VD സതീശനോടും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും ഈ കാര്യം നേരിട്ട് കണ്ട് പറയുമെന്നാണ് News 18 അവർ വ്യക്തമാക്കിയത്. അപ്പോഴും അവർ ആ കാര്യവും പറയുന്നുണ്ട്. അതായത് ഇവർക്ക് വാരിക്കോരി ഇങ്ങനെ പരോൾ കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം News 18 കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു. ആ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ പരോൾ നൽകിയതെന്ന് സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഏതായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. കാരണം ഈ പെരിയ 2019 ഫെബ്രുവരി 17 ഇത്തരത്തിലുള്ളൊരു അതിക്രൂരമായ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം പലപ്പോഴായി ഈ LDF സർക്കാർ
ഭരിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ നിയമവുമായി മുന്നോട്ട് പോകുമ്പോൾ CBI അന്വേഷണം പോലും അത് സർക്കാർ തടയുന്ന സാഹചര്യമൊക്കെ വലിയ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള ഒരു ആശ്വാസം ഇപ്പോൾ ഉണ്ട്. ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ പുറത്തുണ്ട്. അതാണ് പ്രധാനമായും പിതാവ് പറയുന്നത്. അവരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനായി ഒരു പുനരന്വേഷണം, ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടി നേരിട്ട് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും കാണാനുള്ള ഒരുക്കത്തിലാണ് ഇവർ ഉള്ളത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇന്നലെ ഈ കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും എത്തിയിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധ പ്രകടനമോ അത്തരത്തിൽ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകി. കാരണം അങ്ങനെ ഒരു പ്രകടനം ഉണ്ടായാൽ അവിടെ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകും. 5 പേരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതി ഉൾപ്പെടെ 5 പേരാണ് ഇപ്പോൾ കല്യോട്ട് എത്തിയിട്ടുള്ളത്. 5 പേർ നാളെയോ മറ്റന്നാളോ ഈ പുറത്തിറങ്ങാൻ പോകുന്നു. അങ്ങനെ ഈ കേസിലെ മുഴുവൻ പേരും, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട CBI കോടതി ശിക്ഷിച്ച 10 പേരും കല്യോട്ട് എത്തുന്നു എന്നതാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് കൃത്യമായ നിലപാടെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പരോൾ ഇവർക്ക് അനുവദിച്ചത് LDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ്, അവസാന സമയത്താണ്. അത് മനസ്സിലാക്കുന്നത് 96 പേർക്ക് സംസ്ഥാനത്ത് ഇത്തരത്തിൽ പരോൾ നൽകിയിട്ടുണ്ട്. അതിലാണ് 10 ഈ പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ്. അങ്ങനെ 5 പേർ കൂടി നാളെ ഇറങ്ങുകയാണ്. ഇവർക്ക് 20 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകിയത് എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്നാൽ അത് ക്രമസമാധാന പ്രശ്നമുണ്ടാകും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നേരത്തെ നമുക്കറിയാം, പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമം, മാസങ്ങളോളം നീണ്ടുനിന്ന സംഘർഷം, അതെല്ലാം ഇപ്പോൾ മറികടന്ന് സമാധാനത്തിലേക്ക് കടക്കുന്ന ഒരു പ്രദേശമാണ് പെരിയും കല്ലോട്ടൊക്കെ. വീണ്ടും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് ആവർത്തിച്ച് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിനെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ പരോൾ നൽകിയിരിക്കുന്നത്. അത് ഏതായാലും വലിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കുടുംബം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും ന്യൂസ് 18-ലൂടെയാണ് ഈ ഒരു ആശങ്ക വിനോദിലേക്ക് ഒരിക്കൽ കൂടി. വിനോദ്, ഇവിടെ നമുക്കറിയാം ഇടത് സർക്കാരിന്റെ കാലത്താണ് ഈ പെരിയ ഇരട്ട കൊലപാതകം ഉണ്ടാകുന്നത്. പക്ഷെ അന്ന് തന്നെ ഈ CPM-ലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ പ്രതി ചേർക്കപ്പെട്ടവരും അതോടൊപ്പം ശിക്ഷിക്കപ്പെട്ടവരുമൊക്കെ പാർട്ടിയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ ഈ പട്ടികയിലേക്ക് വന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്നത് ഒരു പുനരന്വേഷണമാണ്. ആഭ്യന്തര വകുപ്പ് അതേക്കുറിച്ച് ആലോചിക്കുമോ, അതോ നിലവിൽ ഈ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഒരു അന്വേഷണം ഉണ്ടാകുക, റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമുള്ളത്? മാത്രമല്ല, ഈ ജയിലുകളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ തടവുകാർക്കുള്ള സുഖ സൗകര്യങ്ങൾ, VIP പരിഗണന, ആവശ്യത്തിന് പരോള്, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഈ കേസുകളിലൊക്കെ പിടിക്കപ്പെട്ടവർ, വിചാരണ തടവുകാർക്കൊക്കെ ഉണ്ടായ പല രീതിയിലുള്ള പരിഗണനകളെക്കുറിച്ചും വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നതാണ്. എന്തായാലും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നു, ആഭ്യന്തര വകുപ്പ് കയ്യിലേക്ക് വരുന്നു. ഈ രീതിയിൽ ഇടത് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ CPM പ്രവർത്തകർ നിരവധി ഈ കൊലക്കേസിലടക്കം പ്രതികളായി ജയിലിലുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഇനി എടുത്തു മാറ്റുമോ? മാത്രമല്ല, ഇവരെ ഈ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്ന നടപടികൾ സ്വീകരിക്കുമോ? ഇപ്പോഴത്തെ ഈ ഉത്തരവിലുള്ളത് ഈ പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏത് സാഹചര്യത്തിലാണ് പരോൾ നൽകിയത്, 5 പേർക്കും ഈ പരോൾ നൽകാനുള്ള സാഹചര്യമെന്ന് ഒന്നാം പ്രതി മുതൽ 5 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടവർക്ക് ഇങ്ങനെ പരോൾ നൽകിയിരിക്കുന്നത്. അതും തിടുക്കപ്പെട്ട നടപടിയാണ്. സർക്കാരിൻ്റെ മാറ്റം ഉണ്ടാകുന്നതിന് മുൻപ് വളരെ വേഗത്തിൽ ഇവർക്ക് പരോൾ നൽകുന്നു. നേരത്തെ ഈ TP കേസിലെ പ്രതികൾക്കും ഇത്തരത്തിൽ പരോൾ നൽകിയത് വലിയ വാർത്തയായിരുന്നു. അടിക്കടി അവർക്ക് പരോൾ നൽകുന്നു. വർഷത്തിൽ കൂടുതൽ ദിവസങ്ങൾ പരോളിൽ പോയ ആളുകളുണ്ട്. അങ്ങനെ എന്തിന് ഇത്രയധികം പരോൾ അനുവദിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിവാദമായി പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. മാത്രമല്ല, ഇവരെ ജയിലിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ ഇവർക്ക് സുഭിക്ഷമായ ഭക്ഷണം വളരെ സ്വതന്ത്രമായി ഹോട്ടലുകളിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നു. ബന്ധുക്കൾ അവരെ അവിടെ കാണുന്നു. സെല്ലിൽ അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ആ തരത്തിലൊക്കെയുള്ള വാർത്തകൾ, വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഈ ജയിൽ വകുപ്പിൻ്റെ തന്നെ മിന്നൽ പരിശോധനയിൽ പലപ്പോഴും ഇങ്ങനെ മൊബൈൽ ഫോൺ അടക്കമുള്ള ലഹരി വസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയ സംഭവങ്ങളുണ്ട്. എല്ലാ കാലത്തും അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതാ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തൊട്ട് മുൻപ് നൽകിയിട്ടുള്ള ഈ പരോളിനെ ചോദ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിന്മേലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്.
ആരോപിക്കുന്നു. മറ്റൊന്ന്, ഈ ഇരട്ടക്കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന വാദം നേരത്തെ തന്നെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, ഈ കൊലപാതകത്തിൽ മറ്റാളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുനരന്വേഷണം എന്നൊരു ആവശ്യം അത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്, ആഭ്യന്തര വകുപ്പ് കൈക്കൊള്ളേണ്ട തീരുമാനമാണ്. തീർച്ചയായും അതിലൊരു പുനരന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട്. ആ കുടുംബം ആവശ്യപ്പെട്ടാൽ, ആ കുടുംബം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു രക്തസാക്ഷി കുടുംബമാണ്, വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവമാണ്. തീർച്ചയായും ആ കുടുംബത്തിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറപ്പെടും എന്ന് തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള രമേശ് ചെന്നിത്തലയുടെ ഉത്തരവ് മാത്രം നോക്കിയാൽ മതി. പരോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഉത്തരവ് വരുന്നു. ഇന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന്മേലൊരു എൻക്വയറിക്ക് ഉത്തരവിടുന്നു. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടാണ് ഇതിൽ വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് നൽകണം എന്ന് പറയുന്നു, അതിൽ തുടർ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരോൾ നീണ്ടുപോകാനുള്ള സാധ്യതയില്ല. ഈ പുറത്തിറങ്ങിയവർ പരോൾ റദ്ദാക്കപ്പെട്ട് തിരികെ വരുന്ന സാഹചര്യമുണ്ടാകും. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഈ CPM-മായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളോ അക്രമങ്ങളോ ആയി ബന്ധപ്പെട്ട് ജയിലിലെത്തിയ ആളുകൾക്ക് ഇനി തുടർന്ന് അങ്ങനെ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി പറയാൻ കാരണം ആലപ്പുഴയിലെ സംഭവം തന്നെയാണ് അതിനൊരു ഉദാഹരണമായി നിൽക്കുന്നത്. അവിടെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ ഏതാണ്ട് 1 വർഷമായി പരിശോധനയ്ക്ക് ആ വ്യക്തിയിൽ നിന്ന് വാങ്ങിവെച്ചതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ പരിശോധന പൂർത്തിയായിട്ടില്ലെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. അത്തരം കാര്യങ്ങളൊക്കെ മെല്ലെപ്പോക്കൊക്കെ ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. തീർച്ചയായും ആലപ്പുഴയിലെ മർദ്ദനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. പോലീസ് അസോസിയേഷൻ്റെ നേതാക്കളെ ട്രാൻസ്ഫർ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പരോൾ നൽകിയ ഇരട്ടക്കൊലയിലെ പ്രതികളുടെ പരോളിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകും. ആഭ്യന്തരമന്ത്രിയുടെ യോഗം, ഉന്നതതല യോഗം, പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗം, പോലീസ് ആസ്ഥാനത്ത് വ്യക്തമാണ്. എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.